മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരം കഴക്കൂട്ടം പുല്ലുകാട് 4 ദിവസമായി കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് നാട്ടുകാർ. സംഭവത്തിൽ റോഡ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ അവർ. വിവരങ്ങളുമായി ഭവ്യ പാർവതി ചേരുന്നുണ്ട്. ഭവ്യ, ഈ ദിവസങ്ങളായി അവിടെ വെള്ളം ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യമുണ്ട്. അത് ഈ ന്യൂസ് 18 കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു മേഖലയാണ്. ഒരുപാട് പേർ അതിന്റെ ദുരിതം നമ്മോടൊപ്പം പങ്കുവെക്കാറുമുണ്ട്. ഈ പ്രതിഷേധം അത് ഏത് തലത്തിലാണ്? കടുപ്പിക്കുകയാണോ നാട്ടുകാർ? തീർച്ചയായും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപാട് കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ് ഈ തിരുവനന്തപുരം പുല്ലുകാട് കിഴക്കുംകര മൺവിള എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് 4 ദിവസമായി, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 6-ാം തീയതി മുതൽ വെള്ളമില്ല. ഇന്നേക്ക് 4 ദിവസമായിട്ട് ഈ പ്രദേശത്ത് വെള്ളമില്ല എന്നാണ് ഏറ്റവും ജനങ്ങളെ വലയ്ക്കുന്ന ഒരു കാര്യം. ഒരു തുള്ളി കുടിവെള്ളം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണ്. അവസാനം പൊറുതിമുട്ടിയാണ് ഇപ്പോൾ ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഏറ്റവും പ്രധാനമായി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇവർ നടത്തുന്നത്. അധികൃതരുമായി ബന്ധപ്പെട്ട സമയത്ത് നമുക്കറിയാൻ സാധിച്ചത് ശ്രീകാര്യത്ത് പൈപ്പ് പൊട്ടി. ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ പൈപ്പിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട് ഇതിന് പണിയുമായി ബന്ധപ്പെട്ട് അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടാണ് വെള്ളം ഇല്ലാത്തത് എന്നുള്ള നിർദ്ദേശമാണ് ആദ്യം ഈ നാട്ടുകാർക്ക് നൽകിയിരുന്നത്. 2 ദിവസം വെള്ളം ഉണ്ടാവില്ല എന്ന മുന്നറിയിപ്പ് അധികൃതർ നൽകിയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ 2 ദിവസം കഴിഞ്ഞ് 4 ദിവസമായിട്ടും വെള്ളം എത്താത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. അന്വേഷിച്ച സമയത്ത് പണി കഴിഞ്ഞു, ഉടൻ വെള്ളം വരുമെന്നുള്ള മറുപടി മാത്രമാണ് അധികൃതരുടെ ഭാഗത്ത് നൽകുന്നത്. പക്ഷേ 4 ദിവസമായിട്ടും ഇന്ന് വരെ വെള്ളം നൽകാത്തൊരു സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനമായി നാട്ടുകാർ പറയുന്ന ഒരു കാര്യം, ടാങ്കറിലെങ്കിലും വെള്ളം വന്നിരുന്നെങ്കിൽ തങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ എങ്കിലും നിറവേറ്റാൻ പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാൻ സാധിക്കുമായിരുന്നു എന്നാണ്. പക്ഷേ ടാങ്കറിൽ പോലും വെള്ളം എത്തിക്കാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പ്രദേശത്തെ കുട്ടികളടക്കം 2 ദിവസമായി സ്കൂളിൽ പോലും പോകാൻ സാധിക്കുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ ഉപരോധം നടക്കുന്നത്. ഒരു വാഹനം പോലും കടത്തിവിടാതെ പ്രതിഷേധിക്കുകയാണ്. ഇതുവരെ ഒരു അധികൃതർ പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാ അധികൃതരെയും കൃത്യമായി ബന്ധപ്പെടാൻ ഇവിടുത്തെ നാട്ടുകാർ ശ്രമിച്ചെങ്കിൽ പോലും ആരും ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും ഉപരോധവുമായി മുന്നോട്ട് പോകും. ഇനി ഒരു രക്ഷയുമില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൃത്യമായി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ നാട്ടുകാർ നടത്തുന്നത്. എൽദോ, ഭവ്യ, ഈ സ്ത്രീകളെ ഉൾപ്പെടെ നമുക്കവിടെ കുടവും കലവും ഒക്കെയായി ആ റോഡിൽ അണിനിരക്കുന്നത് കാണാം. കുട്ടികളുമുണ്ട്. അങ്ങനെ വലിയൊരു പ്രതിഷേധത്തിന് അവിടെ അരങ്ങൊരുക്കുകയാണ് ഈ നാട്ടുകാർ. ഈ പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്താണ്? എന്തുകൊണ്ടാണ് ഈ ടാങ്കറിൽ പോലും വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതിന് എന്ത് വിശദീകരണമാണ് ഈ അധികൃതർ നൽകുന്നത്? എന്തോ അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അത്തരത്തിലൊരു വിശദീകരണവും ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വെള്ളം ഉടനെത്തും, ടാങ്കറിൽ വെള്ളം എത്തും എന്നുള്ളൊരു മറുപടി മാത്രമേ അധികൃതർ ഇവർക്ക് നൽകുന്നുള്ളൂ. പക്ഷെ ഇതുവരെ 4 ദിവസമായി ഇതുവരെ ഇവിടെ വെള്ളം എത്തിയിട്ടില്ല എന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ നാട്ടുകാർ ഒറ്റക്കെട്ടായി പറയുന്നത്, കുട്ടികളടക്കം ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കുട്ടികളും സ്ത്രീകളും അടക്കം കുടങ്ങളും കയ്യിലേന്തിക്കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ഏറ്റവും പ്രധാനമായി കുഞ്ഞുങ്ങളടക്കം 2 ദിവസമായി സ്കൂളിൽ പോയിട്ടില്ല എന്നാണ് പറയുന്നത്. കഴിഞ്ഞ 6-ാം തീയതി മുതൽ ഇവിടെ വെള്ളമില്ല. 2 ദിവസം വെള്ളം ഉണ്ടാവില്ല എന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ അവർ 2 ദിവസം വെള്ളം കരുതിയിരുന്നു. പക്ഷേ ആ 2 ദിവസവും കഴിഞ്ഞ് 4-ാമത്തെ ദിവസമായപ്പോഴാണ് ഇനിയും ഒരു രക്ഷയുമില്ല എന്ന് കണ്ടിട്ടാണ് ഇവിടുത്തെ നാട്ടുകാർ ഉപരോധവുമായി രംഗത്തെത്തിയത്. ഇപ്പോൾ എന്തായാലും വലിയ തരത്തിൽ ഇവിടെ പ്രതിഷേധം നടക്കുകയാണ്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ്. അതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള നാട്ടുകാർ ഒന്നടങ്കം ചേർന്നാണ് പ്രതിഷേധം നടത്തുന്നത്. ജനകീയ കൂട്ടായ്മ ഇവർക്ക് സപ്പോർട്ടുമായി രംഗത്തുണ്ട്. എന്തായാലും വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ടാങ്കർ എത്തും ഉടൻ തന്നെ വെള്ളവുമായി എന്നുള്ള അറിയിപ്പ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ 2 ദിവസമായി ഇതേപോലെ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു ടാങ്കറിൽ പോലും വെള്ളം എത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് താൽക്കാലിക ഒരു ആശ്വാസത്തിനെങ്കിലും ഒരു ടാങ്കർ എത്തിയിരുന്നെങ്കിൽ തങ്ങൾക്ക് പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നിറവേറ്റാമായിരുന്നു എന്നാണ്. പക്ഷേ ഇതുവരെ ഒരു ടാങ്കർ പോലും എത്തിയിട്ടില്ല എന്നതാണ്. എന്തായാലും ഒരു വാഹനം പോലും കടത്തിവിടാതെ വലിയ പ്രതിഷേധവുമായി ഇവിടുത്തെ നാട്ടുകാർ രംഗത്തുണ്ടായിരുന്നു. ഭവ്യ, ഈ ഇവിടുത്തെ ആളുകൾ ഇപ്പോൾ ഭവ്യ ഉൾപ്പെടെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ എങ്ങനെയാണ് ഇത്രയും ദിവസം മുമ്പ് ഈ വെള്ളമില്ലാതെ എങ്ങനെ കഴിച്ചു കൂട്ടി? ഏതെങ്കിലും ശുദ്ധജല സ്രോതസ്സുകളൊക്കെ ഉണ്ടോ അവിടെ തൽക്കാലത്തേക്കെങ്കിലും കാര്യങ്ങളൊക്കെ പരിഹരിക്കുന്നതിനായി?
എന്തോ സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ അടങ്ങുന്ന ന്യൂസ് 18 കുടുംബത്തിലെ തന്നെ പല ആളുകളും താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഭാഗത്ത് ഇങ്ങനെ പല സമയത്തും ഇത്തരത്തിലുള്ള വെള്ളപ്രശ്നം ഉണ്ടാകുന്ന ഒരു വലിയ ഏരിയ കൂടിയാണിത്. പക്ഷെ ഇത്ര ദിവസം നീണ്ടു നിന്നത്, ഇത്ര ദിവസം വെള്ളമില്ലാത്തൊരു സാഹചര്യം ഇത് ആദ്യമായിട്ടാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. 4 ദിവസത്തോളം വെള്ളമില്ലാത്തൊരവസ്ഥ. ഏറ്റവും കൂടുതൽ പണം കൊടുത്തിപ്പോൾ വെള്ളം വാങ്ങേണ്ട ഒരു സാഹചര്യമാണ്. മിനറൽ വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് പ്രാഥമിക ആവശ്യങ്ങളടക്കം നിർവഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നാട്ടുകാരോടൊപ്പം ചോദിച്ചപ്പോൾ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പൈസ കൊടുത്ത് വെള്ളം വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം പല ആളുകളും പുറത്തു നിന്ന് അടക്കം ഭക്ഷണം കഴിക്കുന്ന, ഒരു ഭക്ഷണം വേദിക്കാൻ പോലും വെള്ളമില്ലാത്ത സാഹചര്യം എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു ദുഷ്കരമാണെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. എന്തായാലും അത്രമാത്രം വലിയൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ അവസാനം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ്. ഇതുവരെ ഈ നിമിഷം വരെ പ്രതിഷേധം തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പോൾ അരമണിക്കൂറുകൾ അല്ലെങ്കിൽ 1 മണിക്കൂറിനടുത്തായിരിക്കും. ഈ സമയം വരെ ഒരു അധികൃതർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എല്ലാവരെയും ബന്ധപ്പെടാൻ നമ്മളടക്കം ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മറുപടി, കൃത്യമായ ഒരു മറുപടി, എപ്പോൾ വെള്ളം എത്തുമെന്നുള്ള ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. അവർക്കുള്ള ഒരു ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനമായി വെള്ളം എന്നുള്ളത് ഒരു മനുഷ്യന് എന്ന് നമുക്കറിയാം ഏറ്റവും അടിസ്ഥാനമായ ഒരു ആവശ്യമാണ്. അത് നിഷേധിക്കപ്പെടുക എന്നുള്ളത്, അതും 4 ദിവസമായി വെള്ളമില്ലാത്തൊരവസ്ഥ എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കുട്ടികളടക്കം സ്കൂളിൽ പോകുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, ഒരുപാട് PG വിദ്യാർത്ഥിനികളടക്കം താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഒരുപാട് പെൺകുട്ടികളുണ്ട്. എല്ലാവരെ സംബന്ധിച്ചും വെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു വെള്ളമില്ലാതെ അധികം നാൾ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ബുദ്ധിമുട്ടാണെന്ന് ഒരു സ്ത്രീ എന്നതിൽ എനിക്കടക്കം മനസ്സിലാകും. അങ്ങനെ അത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവസാനം ഒരു ഗതിയുമില്ലാതെ പ്രതിഷേധത്തിനിറങ്ങിയ നാട്ടുകാരെയാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. എന്തോ റൈറ്റ്, നാട്ടുകാർ അവിടെ റോഡ് ഉപരോധിക്കുകയാണ്. 4 ദിവസമായി വെള്ളമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കുടിവെള്ളം പോലും കിട്ടാതെ വലയുന്നൊരു സാഹചര്യം. ഇത് ഈ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പുല്ലുകാടാണ് ഈ പ്രതിസന്ധി നേരിടുന്നത്. അനേകം കുടുംബങ്ങൾ അവിടെ 4 ദിവസങ്ങളായി വെള്ളമില്ലാതെ വലയുന്നു. ഇപ്പോഴും അതിലൊരു പരിഹാരമാകുന്നില്ല. അതേ തുടർന്നാണ് ഈ സമയത്ത് അവർ അത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിച്ച് രംഗത്തെത്തിയത്. ഭവ്യ പാർവതിയാണ് വിവരങ്ങൾ നൽകിയത്. ഭവ്യ ഉൾപ്പെടെയുള്ളവർ ആ പ്രദേശത്താണ് താമസിക്കുന്നത്.